ബാക്ക് ടു മൈ അനദർ വീഡിയോ ഗൈസ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പം ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ ഇന്ന് ഞാൻ ഒരു ഫുൾ ഡേ കാണിച്ചിട്ടില്ല, ഒരു ഉച്ച വരെയുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ആസ് യൂഷ്വൽ ഞാൻ എല്ലാ വീഡിയോസിലും കാണിക്കുന്ന പോലെ തന്നെ ആദ്യം തന്നെ കർട്ടൻസ് ഒക്കെ ഓപ്പൺ ചെയ്യുക. ബിക്കോസ് എനിക്ക് വെളിച്ചം മസ്റ്റാണ് ഗൈസ്. എനിക്ക് എങ്ങനെ പോയാലും എനിക്ക് രാവിലെ തന്നെ കർട്ടൻസ് തുറന്നിട്ടില്ലെങ്കിൽ അതൊരു വലിയ മാനസിക പ്രശ്നമായി പോകും. ബിക്കോസ് എനിക്ക് സൺലൈറ്റ് എപ്പോഴും കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കുറേ പേർക്കൊക്കെ അങ്ങനെ ഇഷ്ടമുണ്ടാവുമല്ലോ. ഇപ്പോൾ ചിലർക്ക് സൺലൈറ്റ് ആയിരിക്കും ഇഷ്ടം, അല്ല ചിലർക്ക് മഴയായിരിക്കും ഇഷ്ടം. എനിക്കെന്ന് വെച്ചാൽ എനിക്ക് ഈ സൺലൈറ്റ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ബെഡൊക്കെ വിരിച്ചിട്ടു. ഈ ബെഡൊക്കെ വിരിച്ചിടുമ്പോഴേക്കും നമുക്ക് റൂമിലോട്ട് കയറുമ്പോൾ തന്നെ ഒരു പോസിറ്റിവിറ്റി തോന്നാറില്ലേ. ഞാൻ എൻ്റെ പണ്ടത്തെ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, എനിക്കിങ്ങനെ കർട്ടൻസൊക്കെ തുറന്ന് ബെഡൊക്കെ വിരിച്ചിടുമ്പോൾ തന്നെ ഒരു ഭയങ്കര പോസിറ്റിവിറ്റി തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാൻ പോയി ബ്രഷൊക്കെ ചെയ്തു. എൻ്റെ സ്കിൻ കെയർ ഇപ്പോൾ ഞാൻ അങ്ങനെ ഓവറായിട്ടൊന്നും ചെയ്യാറില്ല, ജസ്റ്റ് ഫേസ് വാഷ് യൂസ് ചെയ്യും. പിന്നെ ഈ ഒരു ഫേസ് വാഷ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മമ്മാർത്തിൻ്റെ റൈസ് ഫേസ് വാഷാണ്. ആക്ച്വലി എൻ്റെ ഒരു കോമ്പിനേഷൻ ടൈപ്പ് ഓഫ് സ്കിന്നാണ്. ഓയിലിയുമാണ്, ഡ്രൈയുമാണ്. അതിങ്ങനെ മാറി മാറി നിൽക്കും. അപ്പം എനിക്ക് തോന്നുന്നത് ഒരു കോമ്പിനേഷൻ സ്കിന്നാണ്. അപ്പോൾ എനിക്ക് പറ്റിയത് നല്ല ഒരു ഫേസ് വാഷ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഒരു ഫേസ് മസാജിങ് ഓയിൽ ഇതിട്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ. ബിക്കോസ് ഇതിട്ട് കഴിയുമ്പോഴേക്കും എൻ്റെ ഫേസ് കുറച്ച് ഗ്ലോയി ആയിട്ട് എനിക്ക് തോന്നാറുണ്ട് ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയാൽ. പിന്നെ ഇത് ആക്ച്വലി ഒരു മസാജിങ് ഓയിലാണ്. അപ്പം അത് ഞാൻ ജസ്റ്റ് കുറച്ചിട്ട് കൊടുത്തു. ആൻഡ് ഒരു മോയ്സ്ചറൈസർ, ഇതെനിക്ക് ഡോക്ടർ സജസ്റ്റ് ചെയ്തൊരു മോയ്സ്ചറൈസറും പിന്നെ ജസ്റ്റ് ലിപ് ബാം. ഇതൊക്കെ തന്നെയാണ് ഒരു മോർണിംഗ് സ്കിൻ കെയർ ആൻഡ് നൈറ്റ് സ്കിൻ കെയർ. ഇതൊക്കെ തന്നെയാണ് രാവിലെയും വൈകിട്ടും ആയിട്ടുള്ള എൻ്റെ സ്കിൻ കെയറുകൾ. അതിനുശേഷം ഞാൻ ഇന്നലെ രാത്രി ഡീറ്റോക്സ് വാട്ടർ ഉണ്ടാക്കി വെക്കണം എന്ന് വിചാരിച്ചിട്ട് അത് ഞാൻ മറന്നുപോയി ഗൈസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ ഇന്ന് മോർണിംഗിൽ തന്നെ വാട്ടർ ഉണ്ടാക്കി വെച്ചാൽ ഉച്ചയ്ക്ക് ആകുമ്പോഴേക്കും എടുത്തിട്ട് കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പം ഇത് ഉണ്ടാക്കാനായിട്ട് ആരും പഠിപ്പിക്കേണ്ടല്ലോ, ജസ്റ്റ് കുക്കുംബർ അരിയുക ആൻഡ് ലെമൺ അരിയുക. ഞാനിപ്പം ഒരു ഹാഫ് ലെമണേ എടുത്തിട്ടുള്ളൂ. ബിക്കോസ് ഈ ഒരു ഹാഫ് ലെമണിന് തന്നെ ഭയങ്കര പുളിയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് അത്രയും പുളി കഴിക്കാൻ പറ്റില്ല ഈ നാരങ്ങയുടെ, കാരണം ഭയങ്കര പുളിയാണ്. എനിക്ക് നാരങ്ങയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചിലപ്പോൾ പച്ചക്കൊക്കെ തിന്നും, പക്ഷേ ഇതിന് ഒട്ടുക്കത്തെ പുളിയാണ്. അപ്പോൾ ഞാൻ കുറച്ച് പകുതി ഇട്ടിട്ടുള്ളൂ. ആൻഡ് ഇത് നമുക്ക് വാം വാട്ടറാണ് വേണ്ടത്. അപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളം കുറച്ച് പച്ചവെള്ളം കൂടെ മിക്സ് ചെയ്തു. അതിനുശേഷം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ ഇൻസെൻസ് ലൈറ്റ് ചെയ്യുക എന്നുള്ളത്. കാരണം എപ്പോഴും അവിടെ ഫുള്ള് ഇങ്ങനെ ഈ ഒരു നല്ല മണമുള്ള സാമ്പ്രാണികളുടെ ഒക്കെ മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ട് പണ്ടും എനിക്കങ്ങനെ പെർഫ്യൂംസിനോട് അത്ര ഉള്ള ആളല്ല. എനിക്കിങ്ങനെ ജസ്റ്റ് ബോഡി മിസ്റ്റൊക്കെ ആണെങ്കിൽ ഇഷ്ടമാണ്, പക്ഷെ എനിക്കങ്ങനെ പെർഫ്യൂംസോ അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊന്നും എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല കേട്ടോ. അപ്പം പണ്ടൊക്കെ എന്ന് വെച്ചാൽ വിളക്ക് കത്തിക്കുമ്പോൾ മാത്രമേ ഇങ്ങനെ ഇൻസെൻസ് കത്തിക്കാറുള്ളൂ. ഇപ്പം ഞാനും ഇങ്ങനെ ഇടയ്ക്ക് രാവിലെയും വൈകിട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ കത്തിച്ച് വെക്കാറുണ്ട്. അതിനുശേഷം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും മുട്ടക്കറിയായിരുന്നു കേട്ടോ. ആക്ച്വലി ഞാൻ മുട്ട കഴിക്കാറില്ല, ബോയിൽ ചെയ്തതായാലും ബുൾസൈ അങ്ങനെയൊന്നും ഞാൻ കഴിക്കാറില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ ചാറ് മാത്രം എടുത്തിട്ട് കഴിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പുട്ടും ഈ ഒരു മുട്ടക്കറിയുടെ ചാറും. അതിനുശേഷം ഞാൻ എന്നും രാവിലെ ഇപ്പോൾ ടു ഡു ലിസ്റ്റ് എഴുതാറുണ്ട്, അന്ന് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം. അപ്പോൾ ടേബിളിലോട്ട് അങ്ങനെ വലിയ ഗ്ലാസ് ആണെങ്കിലും സൺലൈറ്റ് വരാറില്ല. അപ്പം ഈ ഒരു ബാൽക്കണി അല്ല, ആക്ച്വലി ഇതൊരു ബേ വിൻഡോ ആണ്. അപ്പം ഇവിടെ നല്ല സൺലൈറ്റാണ് എപ്പോഴും രാവിലെ. പക്ഷേ ഞാൻ ഈ ടു ഡു ലിസ്റ്റ് എടുത്തുകൊണ്ട് വന്ന ടൈമിൽ സൺലൈറ്റും ഇല്ല, ഒന്നുമില്ലായിരുന്നു. അതിന് തൊട്ട് മുമ്പ് വരെ നല്ല സൺലൈറ്റിലുള്ളൊരു ഏരിയ ആയിരുന്നു കേട്ടോ. പൊതുവേ ഞാനൊരു ബുക്കൊന്നും വായിക്കുന്ന ഒരാളല്ല, പക്ഷേ എനിക്ക് ബുക്കൊക്കെ വായിക്കണം എന്നിപ്പോൾ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ തന്നെ ഞാൻ പണ്ട് വാങ്ങിച്ചു വെച്ച കുറച്ച് ബുക്ക്സ് ഉണ്ടായിരുന്നു. കുറച്ച് കുട്ടി ബുക്സുകളാണ്. അപ്പം ഞാൻ അതൊക്കെ ആദ്യം ഒന്ന് വായിച്ചൊരു സ്റ്റോറി ബുക്സിനോട് ഒരു ഇൻട്രസ്റ്റ് വരുത്തിയിട്ട് പിന്നെ വലിയ കുറച്ച് ബുക്സൊക്കെ വായിക്കണം എന്നുണ്ട്. അപ്പോൾ ഞാനൊരു ഓറഞ്ച് ജ്യൂസും ഉണ്ടാക്കി വന്നിട്ട് ഞാൻ ആ ബുക്കിൽ കുറച്ച് പേജസ് ഏകദേശം ഒരു ചാപ്റ്ററിനടുത്ത് വായിച്ചിട്ടുണ്ട്. ഇത് കുട്ടി സ്റ്റോറീസ് കുട്ടി സ്റ്റോറീസ് അല്ല, ഒരു സ്റ്റോറി തന്നെ കുട്ടി ചാപ്റ്റേഴ്സാണ്. ആൻഡ് അങ്ങനെ നമുക്കതാകുമ്പോൾ മടുക്കത്തില്ല. ഡെയിലി ചിലപ്പം മോർണിംഗിൽ ചിലപ്പോൾ ഒരു ചാപ്റ്റർ വായിക്കും, ആൻഡ് വൈകിട്ട് ചിലപ്പോൾ തോന്നിയിരുന്ന ഒരു ചാപ്റ്റർ വായിക്കും, അങ്ങനെ കേട്ടോ. അതിനുശേഷം ചെടിക്ക് ഒക്കെ ഇന്ന് വെള്ളം ഒഴിക്കേണ്ട ഡേ ആയിരുന്നു. അപ്പോൾ ഇതിന് കുറച്ച് വെള്ളമേ ഞാൻ ഒഴിക്കാറുള്ളൂ. ബിക്കോസ് ഓവറായി പോയാൽ ഇത് ഇൻഡോർ പ്ലാന്റ്സ് അല്ലേ, അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് എന്താ പറയുക അളിഞ്ഞു പോവും. അതാണ് ഇതിന് പറ്റിയൊരു വേർഡ്. അത് ഭയങ്കര ചീത്തയായിപ്പോൾ. അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ട്, എല്ലാവർക്കും അറിയാമായിരിക്കും ഇപ്പം എല്ലാവരുടെയും വീട്ടിൽ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഉള്ളതല്ലേ. ഇപ്പം ഞാനൊരു കാര്യം പറയുമ്പോൾ എൻ്റെ വീട്ടിൽ മാത്രം പ്ലാന്റ്സ് ഉള്ളൂ എന്നുള്ള രീതിയിലാണ് പറയുന്നത്, എനിക്ക് തോന്നുന്നത്.
ലൈക്ക് എല്ലാവർക്കും അറിയാമെങ്കിലും ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഈ ഒരു ബൊഗെയിൻവില്ല ആക്ച്വലി ജസ്റ്റ് ഒരു തൈയാണ്. ഇതിപ്പോൾ നമ്മൾ ടേക്ക് ചെയ്ത് കുറച്ച് ഇലകളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇതുപോലെ വലിയ പാക്കറ്റ് ഓഫ് ടിഷ്യൂസ് ആട്ടോ വാങ്ങുന്നത്. അതാകുമ്പോൾ നമുക്ക് ലൈക്ക് പെട്ടെന്ന് സ്റ്റോക്ക് ചെയ്ത് വെക്കാനായിട്ട് 16 പാക്കറ്റ്സിൻ്റെയാണ് ഞങ്ങളിങ്ങനെ വാങ്ങിച്ച് വെക്കാറ്. അപ്പം അടുത്ത ബോക്സ് ഇങ്ങനെ ലൈക്ക് ടിഷ്യൂ തീർന്നപ്പോഴേക്കും അടുത്ത ബോക്സ് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഉച്ചക്കത്തേക്കിനുള്ള മീൽ കഴിക്കാനായിട്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ പറയുക, ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അമ്മ ഇങ്ങനെ ഉണ്ടാക്കും. അപ്പോൾ ഞാൻ വലിയ കുറേ പൊട്ടറ്റോസ് എടുത്തിട്ട് ഞാൻ നിറച്ച് കഴിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറേ എടുത്തിട്ട് ഇരുന്ന് അരിയാൻ തുടങ്ങി. ഇത് അത്യാവശ്യം കുറേ ഉള്ളതുകൊണ്ടാണ് ഞാൻ അത്യാവശ്യം സ്പീഡ് ലാപ്സിൽ ഇട്ടിട്ടുണ്ട്. കാരണം ഇത് ഏകദേശം അരമണിക്കൂർ എടുത്തിട്ടാണ് ഗൈസ്. ഇത് ഭയങ്കര കട്ടിയുള്ള പൊട്ടറ്റോസ് ആയിരുന്നു. ആൻഡ് ഇത് അരിഞ്ഞെടുക്കാൻ കുറച്ചധികം സമയം എടുത്തു. ഞാനൊരു 3 വലിയ പൊട്ടറ്റോസ് എടുത്തെങ്കിലും ഞാൻ 2 എണ്ണേ അരിഞ്ഞിട്ടുള്ളൂ. ബിക്കോസ് അത് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കൈയും തളർന്നു. എനിക്ക് ഇത്രയും ഞാൻ കഴിക്കുമെന്നും എനിക്ക് ഡൗട്ടായിപ്പോയി. പിന്നെ ഗൈസ് ഞാനല്ല ഉണ്ടാക്കിയത്. എനിക്ക് ബിക്കോസ് ഇത് ഉണ്ടാക്കാൻ അറിയില്ല. മീൻസ് ഇത് എണ്ണയിലൊക്കെ ഇട്ട് ഫ്രൈ ചെയ്യണം ഗൈസ്. അപ്പം അത് അമ്മ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. ഇതാദ്യം തന്നെ എന്താ പറയുക, വാഷ് ചെയ്തിട്ടാണ് അരിയാൻ സ്റ്റാർട്ട് ചെയ്തത്. എങ്കിലും എനിക്ക് അരിഞ്ഞ് കഴിയുമ്പോഴും ജസ്റ്റ് ഇതൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുക്കണം. അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ലൈക്ക് ഇതിന് അങ്ങനെ സാധനങ്ങളൊന്നും ഇടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് കോൺഫ്ലവർ, മൈദ, ഉപ്പ്, ഈ 3 സാധനങ്ങൾ മതി. ഇതിട്ടിട്ട് ഞാൻ ആദ്യം കൈ കൊണ്ട് ഇളക്കാൻ നോക്കി. പക്ഷെ എനിക്ക് മനസ്സിലായി അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന കാര്യം നടക്കൂലെന്ന്. പിന്നെ ഞാൻ ഇതുപോലെ ഇട്ട് കുടയാൻ തുടങ്ങിയിട്ടോ. അതിന് ടേബിൾ ഫുള്ള് ഞാൻ ഈ പൗഡേഴ്സ് ആക്കിയിട്ടുണ്ട്. ഞാൻ തന്നെ കുറച്ച് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ആൻഡ് ഫ്രൈസ് നമ്മൾ ഉണ്ടാക്കിയ ടൈമിൽ കാണാമെന്ന് വിചാരിച്ച് ടാബൊക്കെ എടുത്ത് ഞാൻ വന്ന് ഇരുന്നു ഗൈസ്. പക്ഷേങ്കിൽ ഞാൻ പതുക്കെ അവിടെ ഇരുന്ന് എല്ലാം കഴിഞ്ഞ് ഞാൻ ആദ്യം തുറന്നേ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് അതൊക്കെ തുറന്ന് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് സ്വിച്ച് ഓഫ് ആണെന്ന്. ആദ്യം എനിക്ക് സ്വിച്ച് ഓഫ് ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ സ്വിച്ച് ഓഫ് ആയിട്ട് ചാർജിങ് വെച്ചുകൊണ്ട് ലൈക്ക് അങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചത്. മനസ്സിലായല്ലോ. പക്ഷേങ്കിൽ അത് ഓൺ ആക്കിയപ്പോഴാണ് ഗസ്റ്റ് ഞാൻ 0% കണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ചാർജില്ല. പിന്നെ ഇനിയിപ്പോൾ ഇവിടെ വന്നിരുന്നതല്ലേ ഏതായാലും. പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ ഫ്രണ്ടിൽ വലിയ വിൻഡോ ആണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ലൈക്ക് അങ്ങനെ കാഴ്ചകളൊന്നുമില്ല. മേലോട്ട് നോക്കിയാലും ഫുൾ ബിൽഡിങ്സ് ഒക്കെയാണ്. എങ്കിലും ഞാൻ വിചാരിച്ചു ഇങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ഇന്നിരുന്ന് കണ്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ലൈക്ക് നമ്മളെപ്പോഴും ടാബും ഫോണും TV ഒക്കെ കണ്ടിട്ടല്ലേ ഇന്ന് കഴിക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം നമുക്കൊരു ചേഞ്ചായിട്ട് ഇങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ സമയത്ത് ഞാൻ നമ്മൾ ഉണ്ടാക്കി വെച്ച ഡീറ്റോക്സ് വാട്ടർ കുടിച്ചിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ ഈ റൂം ഭയങ്കര മെസ്സി ആയിട്ട് കിടക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഒന്ന് ഫുള്ള് വൃത്തിയാക്കണം. ഞാനും എൻ്റെ അനിയത്തിയും കൂടെ ഒക്കെ വൃത്തിയാക്കിയതാണ്. അപ്പം ഇവിടെ എല്ലാം ഒന്ന് അടുക്കി പറക്കി ഇടാമെന്ന് വിചാരിച്ചു. ആൻഡ് ഇതും ഞാൻ കുറേ അധികം ഏകദേശം 1 അവരുടെ മേളിൽ ഇരുന്ന് പണിയെടുത്ത് വൃത്തിയാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഇതും ഞാൻ അധികം ലൈക്ക് കുറച്ചധികം സ്പീഡ് ലാപ്സിൽ ഇട്ടിട്ടുണ്ട്. അല്ലാതെ ഇത് കാണിച്ച് തീർക്കാൻ പറ്റില്ല ഗൈസ്. അതുകൊണ്ടാണ്. അപ്പം ഇവിടെ കുറേ ആവശ്യം എഴുതിയ പേപ്പറും എഴുതാത്ത പേപ്പറും കുറേ എല്ലാം കൂടെ മിക്സായി കിടപ്പുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ആദ്യം തന്നെ വൃത്തിയാക്കി. പിന്നെ ഇതുപോലെ ഞാൻ അടിയിലൊരു ബോക്സ് വെച്ചിട്ടുണ്ട്. കാരണം വേണ്ട സാധനങ്ങൾ തന്നെ ഞാൻ കുറച്ച് സാധനങ്ങൾ ഈ ബോക്സ് കുഞ്ഞു തണ്ണിൽ ഇതിനകത്ത് കുറേ സാധനങ്ങൾ കൊള്ളും ഗൈസ്. അപ്പോൾ ഇതിനകത്ത് കുറേ സാധനങ്ങളൊക്കെ ഇട്ട് വെച്ച് അതിനുശേഷം ഈ കർട്ടനൊക്കെ ഞാൻ കെട്ടി വെച്ചു ഗൈസ് 2 സൈഡിലും. പക്ഷേ അപ്പുറത്തെ സൈഡിലെ വീഡിയോ ലൈക്ക് മീൻസ് ഞാൻ റെക്കോർഡ് കട്ടായിപ്പോയി ഗൈസ്. ആ സമയത്ത് ഞാൻ 2 സൈഡിലെയും ഇത് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇവിടെ ടേബിളൊക്കെ ജസ്റ്റ് ഒന്ന് അടുക്കി പറക്കി ഒതുക്കി വെച്ചു. അപ്പോഴാണ് ഞാൻ ഓർത്തത് ലൈക്ക് ഈ ഒരു ഡ്രോയർ ഫുൾ മെസ്സിയായിട്ട് കിടക്കുകയാണ്. ഞാനിപ്പം ഉപയോഗിച്ച് ആൻഡ് ഈ ഡ്രോയറിൽ എൻ്റെ കയ്യിലുള്ള സാധനങ്ങളുടെ 1% സാധനങ്ങളെ ഞാൻ വെച്ചിട്ടുള്ളൂ ഗൈസ്. കാരണം ഞാനിപ്പോൾ അങ്ങനെ ജേർണലിങ് ലൈക്ക് സ്ക്രാപ്പ് ബുക്കിംഗ് പോലൊന്നും ചെയ്യാറില്ല. ജസ്റ്റ് ജേർണലിങ് പോലൊക്കെ എഴുതി കുറച്ച് വരച്ച് അങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാത്രം ഞാൻ ഈ ഒരു 2 ഡ്രോയറിൽ വെച്ചിട്ടുണ്ട്. ആൻഡ് ഇത് കുറച്ച് അത്ര വലിയ ഡ്രോയറൊന്നുമല്ല. അതുകൊണ്ട് ഇതിനകത്ത് പറ്റിയ സാധനങ്ങൾ ബാക്കിയുള്ള ഞാൻ എടുത്തിട്ട് വേറെ സ്ഥലത്താണ് വെച്ചേക്കുന്നത്. ബിക്കോസ് എനിക്കത് എപ്പോഴും ആവശ്യമില്ല. ഞാൻ എപ്പോഴും ഇങ്ങനെ സ്ക്രാപ്പ് ബുക്കിംഗ് ഒന്നും ചെയ്യാറില്ല. എനിക്കിപ്പം ലൈക്ക് ഇങ്ങനെ ഞാൻ കുറച്ച് ജേർണലിങ്സ് പോലെയാണ് ചെയ്യാറ്. പിന്നെ ഇവിടെ അധികം ചപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് തൂത്തുവാരി തുടച്ചിട്ടില്ല കേട്ടോ. തൂത്തുവാരി ജസ്റ്റ് വാക്വം ക്ലീനറൊക്കെ പിടിച്ചിട്ടു ഗൈസ്. അപ്പം ഇന്നത്തെ നമ്മുടെ എന്താ പറയുക ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. ഞാൻ ഫുൾ ക്ലീനൊക്കെ ചെയ്ത് കഴിഞ്ഞ് സെറ്റപ്പ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് അടുത്ത പുതിയ വീഡിയോ ആയിട്ട് കാണാം ഗൈസ്. ബൈ.